ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പോൾ നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അതുപോലെ നമുക്കിനി ഡെയിലി ഓരോ വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോ അവൻ്റെ ഫ്ലാഷ് ബാക്കിൽ സ്റ്റോറി സ്വപ്നം കണ്ടിട്ട് എണീറ്റിരിക്കുവാണ്. ആ സമയത്ത് അവൻ്റെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ആ സമയത്ത് ജോലി എന്ന് പറയുന്നത് ഈ റെസ്ലിംഗ് ഒക്കെ അങ്ങനെ ചെയ്തില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ. അതിലവൻ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു പൈസ സമ്പാദിച്ചിരുന്നത്. അവൻ്റെ അനിയത്തിയാണെങ്കിൽ അവൻ പൊന്നുപോലെയായിരുന്നു നോക്കിയിരുന്നത്. റെസ്ലിങ്ങിനൊക്കെ പോയിട്ട് കിട്ടുന്ന കാശും കൊണ്ട് അവൾക്ക് ഡെയിലി ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. പക്ഷേ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൻ്റെ മുഖത്തുള്ള അടിയുടെയൊക്കെ മുറിവിൻ്റെയും പാടുകളൊക്കെ കാണുമ്പോൾ അവൻ്റെ സഹോദരിക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അന്നേരം അവൾ പറയുന്നുണ്ട്, നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ ജോലിക്ക് പോകുന്നത്, നമുക്ക് രണ്ടുപേർക്കും കൂടെ വേറെ ഏതെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യാമെന്നൊക്കെ പറയുമ്പോഴും അവൻ സാരമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം അവൻ അതുപോലെ ഒരു റെസ്ലിങ്ങിന് പോകുന്ന സമയത്ത് അവനൊരാൾ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അവനെ തിരിച്ച് പ്രതികരിക്കാൻ കഴിയാതെ അയാൾ ഒരുപാട് അടി കൊടുത്ത് താഴേക്ക് ഇടുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോ തന്നെ അന്ന് വിജയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ വിജയത്തിൻ്റെ സന്തോഷമായിട്ട് അവിടെ നിന്ന് ആൾക്കാരെല്ലാവരും നമ്മുടെ ഹീറോയ്ക്ക് നേരെ ഒരുപാട് പൈസയൊക്കെ എടുത്ത് എറിയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്നും ആ കാശ് കൊണ്ട് അവൻ ഫുഡൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൻ്റെ സഹോദരി ആരോ റേപ്പ് ചെയ്തിട്ടിരിക്കുന്നതായിരുന്നു അവൻ കണ്ടിരുന്നത്. അവൻ ഓടിപ്പോയി അവളെ എടുത്ത് നോക്കുമ്പോൾ അവളുടെ മുഖത്തും ദേഹത്തും ഒക്കെ ഒരുപാട് പാടുകളുണ്ടായിരുന്നു. അത് ചെയ്ത ആളെ അവൻ ഒരുപാട് ഇടിയൊക്കെ കൊടുത്ത് അയാൾ അബോധാവസ്ഥയിലായിട്ട് മരിച്ചു പോകുവാണ്. എന്തായാലും അതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോയുടെ കഴുത്ത് കിടക്കുന്ന അവൻ്റെ സഹോദരിയുടെ ഒരു റിങ്ങില്ലേ, അതൊക്കെ നോക്കി അവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ വീടാണ് കാണിക്കുന്നത്. ഹീറോയിൻ്റെ അമ്മ പതിവ് പോലെ അവരുടെ മകനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് വലിയൊരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇതെന്താ ഇവിടെ നടക്കുന്നത്, ഇതെന്താ ഈ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു പയ്യനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അന്നേരം മുത്തശ്ശി വന്നിട്ട് അവനിവിടെ ഒന്നും ചെയ്തില്ല, അവനിവിടെ കളിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്, പിന്നെ കൊച്ചുകുട്ടികളാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തറയിലിട്ടുകൊണ്ടിരിക്കും, അതിനൊക്കെ ഇത്രയും വഴക്ക് പറയേണ്ട ആവശ്യമുണ്ടോ, നമ്മളെ മകളുടെ മകനല്ലേ എന്ത് വന്നിരുന്നാലും, അതുകൊണ്ട് നമ്മുടെ പേരക്കുട്ടി തന്നെയാണ് ഇത്, നിങ്ങൾ കുറച്ച് സഹിച്ചിരിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അയാൾക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യം വന്നിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തരുതെന്ന്, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അവനെ കൊണ്ടുവന്ന് നിർത്താൻ വേറൊരു സ്ഥലവും ഇല്ല, അതുകൊണ്ടല്ലേ അവൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത്, എനിക്കതിലൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുത്തശ്ശൻ കയറി പോകുന്നുണ്ട്. അന്നേരം മുത്തശ്ശി ഈ കൊച്ചു പയ്യനോട് പറയുന്നുണ്ട്, മോൻ ഇഷ്ടമുള്ള പോലെ എന്ത് വേണേലും കാണിച്ചോ, മുത്തശ്ശി എന്തായാലും നിന്നെ ഒന്നും പറയത്തില്ല എന്ന് പറയുമ്പോൾ അവന് സന്തോഷം വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇവിടെ ഈ കിൻഡർ ഗാർഡൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവളവിടെ കുറേ സാധനങ്ങളൊക്കെ അടുക്കി പറക്കിയൊക്കെ വെക്കുന്ന സമയത്ത് അവനൊരു കോൾ വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശനായിരുന്നു കോൾ ചെയ്തത് കേട്ടോ. അവൾ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് സംസാരിച്ചിരുന്ന ആ കൊച്ചു പയ്യനായിരുന്നു. വിളിച്ചപാടെ എനിക്കിവിടെ നന്നായിട്ട് ബോറടിക്കുന്നുണ്ട്, ചേച്ചി ഇത് എപ്പോഴാണ് വരുന്നത് ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വരാം, ഇപ്പോൾ കിൻഡർ ഗാർഡൻ ക്ലോസ് ചെയ്യും, അപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ടേക്ക് എത്താമെന്ന് പറയുന്നുണ്ടായിരുന്നു. നീ വരുന്ന സമയത്ത് എനിക്ക് ഐസ്ക്രീം ഒക്കെ കൊണ്ടുവരാനും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അപ്പോൾ മുത്തശ്ശനെ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടല്ലേ മുത്തശ്ശൻ്റെ ഫോണിൽ നിന്ന് അവനിങ്ങനെ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് കിൻഡർ ഗാർഡൻ ക്ലോസ് ചെയ്തിട്ട് അവൾ പിള്ളേരെയൊക്കെ പുറത്തേക്ക് വിടുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് വെച്ച് അവളുടെ കണ്ണ് പുറകിൽ കൂടെ വന്ന ആരോ കണ്ണ് പൊത്തിയിരുന്നത്. നോക്കുമ്പോൾ അത് നമ്മുടെ ഹീറോ ആയിരുന്നു കേട്ടോ. ഹീറോ ആണെങ്കിൽ വീട്ടിലേക്ക് പോകാതെ ഡയറക്റ്റ് നമ്മുടെ ഹീറോയിനെ കാണാനായിട്ട് സിംഗപ്പൂരിൽ നിന്ന് വന്നതായിരുന്നു. അവൾക്കും അത് ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് അവൻ അവളെ ഉമ്മ വെക്കാനായിട്ട് വരുന്ന സമയത്തായിരുന്നു ഇവിടെ ഇത്രയും പിള്ളേരും പാരൻസൊക്കെ നീ നിൽക്കുന്നത് കാണുന്നില്ലേ, അവരുടെയൊക്കെ മുന്നിൽ വെച്ച് എന്താ ഈ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു ഹീറോ, നിനക്കൊരു കാര്യം അറിയുമോ, ഞാൻ എന്തുമാത്രമാണ് നിന്നെ മിസ് ചെയ്തതെന്ന്, നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീട്ടിൽ പോലും ഒന്ന് കയറാതെ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നത്, അത് കാരണം നമുക്ക് എവിടെയെങ്കിലും പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിന് മുന്നേ നമ്മുടെ ആ കൊച്ചു പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അന്നേരം മുത്തശ്ശി നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈകിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് ഡിന്നർ കഴിക്കാൻ പോകാമെന്നുള്ള കാര്യം. അത് കാരണം ഇവനോട് അയ്യോ എനിക്കിന്ന് വരാനായിട്ട് പറ്റത്തില്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ട് ഡിന്നർ കഴിക്കാൻ എല്ലാവരും കൂടെ പുറത്ത് പോകുന്നുണ്ട്, അതിന് പോകണമെന്ന്, അത് കാരണം എനിക്ക് അതിന് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ ചെറിയൊരു വിഷമം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ പെട്ടെന്ന് ഒരു ഗുഡ് ന്യൂസ് നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് പുറത്ത് പോകാമെന്ന് പറഞ്ഞത്, ഇനിയിപ്പോൾ നിനക്ക് വരാൻ പറ്റില്ലെങ്കിൽ സാരമില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് ഗുഡ് ന്യൂസാണ് പറയാനായിട്ട് ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല, നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാനത് പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഹീറോയിൻ അവളുടെ അടുത്തേക്ക് പോകുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് വെച്ചിട്ട് അവൻ അവളെ ഉമ്മ വെക്കുന്നത്. ഇതാണോ നിൻ്റെ ഗുഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ പിന്നെ അല്ലാതെ എത്ര നാളാണ് ഞാൻ നിന്നെ ഉമ്മ വെച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ ഉമ്മ വെക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് അവൾ ഇവിടെ ഇത്രയും ആൾക്കാർ നിൽക്കുന്ന ഈ കാണുന്നില്ലേ, എന്ത് വൃത്തിയോടെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്തായാലും രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്തും നമ്മുടെ ഹീറോ അവളുടെ പുറകെ നടന്ന് കിസ് ചെയ്തുകൊണ്ടേ
നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അവൾക്കാണെങ്കിൽ ആരെങ്കിലും കണ്ട് എന്ത് വിചാരിക്കുന്നതെന്ന് മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് വഴക്കും പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കൊച്ചു പയ്യന് വേണ്ടിയിട്ട് അവൾ ഐസ്ക്രീം എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് അവളുടെ ഫോണിൽ ഒരു ഫോട്ടോ അയക്കുന്നുണ്ടായിരുന്നു. അത് അയച്ചത് വേറെ ആരുമല്ല, ആ പ്രൊഡ്യൂസർ പെങ്കൊച്ചില്ലേ അവളായിരുന്നു അയച്ചിരുന്നത്. നോക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ ഒരു പഴയ ഫോട്ടോയാണ്. അവൻ താടിയൊക്കെ വളർത്തിയിട്ട് ഈ ജയിൽ പുള്ളികളൊക്കെ ഇടത്തില്ലേ അങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. ഇത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആകുന്നുണ്ടായിരുന്നു. ഉടനെ അവളെ വിളിച്ചിട്ട്, ഇതിപ്പോൾ പുതിയ പരിപാടി എന്താ നീ ക്രിയേറ്റ് ചെയ്യാനിരിക്കുന്നത്? നീ ഇനി എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട, ഇതൊക്കെ നീ ഉണ്ടാക്കുന്ന ഫോട്ടോയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ, നിനക്ക് അവൻ്റെ പാസ്റ്റിനെ പറ്റി ഒന്നും അറിയത്തില്ലല്ലോ. അവനൊരു കൊലയാളിയാണ്, ഒരാളെ കൊന്നിട്ടാണ് അവൻ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. അത് കാരണം നീ ഇനി അവനെക്കുറിച്ച് അറിയാൻ ഒരുപാട് കിടക്കുന്നതേ ഉള്ളൂ എന്നും വഴിയെ നീ ഓരോന്നായിട്ട് അറിയുമെന്ന് പറയുമ്പോൾ ഹീറോയിന് ഭയങ്കരമായിട്ട് ടെൻഷൻ ആകുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് വെച്ചിട്ട് ഈ ഗൂഗിളിലും അതിലും ഇതിലുമൊക്കെ നമ്മുടെ ഹീറോയെ പറ്റി സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിൽ ഒന്നിനും തന്നെ ഇവനൊരു കൊലയാളിയാണെന്നോ അങ്ങനത്തെ ഒരു ന്യൂസ് അവൾ അറിയുന്നില്ല. ആകെപ്പാട് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഹീറോയുടെ കണ്ണ് വെട്ടിച്ചായിരുന്നു ഇവള് ഈ സാധനങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഹീറോ ഇവൾ അവിടെ മുഴുവനും നോക്കി നടന്നിട്ടും ഇവളെ കാണാത്ത കാരണം അവിടെ മുഴുവനും ഇവളുടെ പേര് വിളിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ അവൻ്റെ കണ്ണിൽ പെടാതെ ഒളിച്ചു നിന്നിട്ടായിരുന്നു ഇതെല്ലാം കണ്ടു നോക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. നീതി ഇത്രയും സമയത്ത് എവിടെ എന്നെ ഒളിച്ചൊളിച്ച് പോയിക്കൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഈ ഫോട്ടോ അവന് കാണിച്ചു കൊടുക്കാൻ വരുന്ന സമയത്തായിരുന്നു മുത്തശ്ശി അവളെ കോൾ ചെയ്തിരുന്നത്. പെട്ടെന്ന് വെച്ചിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മുത്തശ്ശിനെ ഇവിടെ നിന്നെ നോക്കിയിരിക്കുവാണെന്നും ഇത്രയും സമയത്ത് നീ എന്താ വരാത്തെന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശി എനിക്കിപ്പോൾ വരാനായിട്ട് പറ്റത്തില്ല, എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ബർത്ത്ഡേ ആണ്, അപ്പോൾ അവളുടെ കൂടെ ഞാൻ ഡിന്നറിന് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശി അതിന് വേറൊന്നും പറയുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് വന്നോളൂ, വരുമ്പോൾ മറക്കാതെ അവൻ ഐസ്ക്രീം മേടിച്ചിട്ട് വരണം, അവനത് നോക്കിയിരിക്കുവാണെന്നും പെട്ടെന്ന് വരാനും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എനിക്ക് കാണിച്ചു തരാനായിട്ട് വന്നതെന്ന് പറയുമ്പോൾ, വേറെ ഒന്നുമല്ല, ജസ്റ്റ് എൻ്റെ ഒരു പഴയ ഫോട്ടോയാണ്, നമുക്ക് വേറൊരു ദിവസം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനോട് അത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് വെച്ചിട്ട് അവൾ പോകുന്നുണ്ടായിരുന്നു. അവൻ എപ്പോഴേ അവളുടെ അടുത്ത് ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യം അവൾ മറക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. എന്തായാലും അവൾ വീട്ടിലേക്ക് പോകുമ്പോൾ മുത്തശ്ശിയും ആ കൊച്ചു പയ്യനും നമ്മളെ ഹീറോയിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വന്നപാടെ മുത്തശ്ശൻ അവളോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും സമയം നീ ഇത് എവിടെ പോയിരിക്കാന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അവളുടെ കൂടെ ഡിന്നർ കഴിക്കാൻ പോയതാണ് പറയണ്ടായിരുന്നു. നിനക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു, അവൻ ഐസ്ക്രീം കൊണ്ടുവന്ന് എടുത്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവൾ ഐസ്ക്രീം എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വെച്ചിട്ട് ഞാൻ അത്ര ടയേർഡാണെന്നും എനിക്കൊന്ന് പോയി കിടക്കണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൾ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. മുത്തശ്ശി എന്തായാലും അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ വേഗം റൂമിലേക്ക് പോയിട്ട് നമ്മുടെ ഹീറോയെ പറ്റിയിട്ട് ഫുൾ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നിലും തന്നെ ഇങ്ങനെ ഒരു ന്യൂസ് അവൾ കണ്ടിരുന്നില്ല. ഇവിടെ നമ്മുടെ ഹീറോ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഫുൾ ഇരുട്ടായിരുന്നു. ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ അതിനുള്ള പ്രൊഡ്യൂസർ പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് അവൻ, നീ എന്തിനാ ഇവിടെ വന്നത്? അത് എൻ്റെ വീട്ടിൽ, ഞാൻ വീട് പൂട്ടിയിട്ടാണല്ലോ പോയത്, ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും, അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പെട്ടെന്ന് ഞാൻ ഇറങ്ങി പോകാനായിട്ട് പറയുമ്പോൾ, നീ പോലീസിനെ വിളിക്കേ, നിന്നെപ്പോലെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് ഉടനെ ഇവിടെ എത്തുമെന്നും അത് കാരണം എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ പണ്ട് ജയിലായിരുന്ന സമയത്ത് അവനൊരു നമ്പർ ഉണ്ടായിരുന്നല്ലോ, ആ നമ്പർ ഇവൾ പറയുന്നുണ്ടായിരുന്നു. അതോടുകൂടെ ഇവൻ്റെ ഫ്ലാഷ് ബാക്കൊക്കെ ഇവൾക്ക് അറിയാമെന്നുള്ള കാര്യത്തിൽ കൺഫേം ആകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് ഹീറോയ്ക്ക് അത് ഭയങ്കര ഒരു ഷോക്ക് ആകുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ, ഈ കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ അറിയാമെന്നല്ലേ, അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും, ഇനി നിൻ്റെ നാശം മാത്രമേ അങ്ങോട്ട് നിനക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോ ആ സമയത്ത്, നീ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്, അത് എൻ്റെ പുറകെ നടന്ന് എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നതൊക്കെ ചോദിക്കുമ്പോൾ, നീ എന്നെ എന്തുമാത്രം വേദനിപ്പിച്ചെന്ന് നിനക്കറിയാലോ, ഞാനൊരു കാര്യം ആഗ്രഹിച്ച അത് നേടിയെടുത്തിട്ടേ പിന്നോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവളും കുറേ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഒരു കത്തി ഇരിപ്പുണ്ടായിരുന്നു. അതിനെ പെട്ടെന്ന് എടുത്തിട്ട് അവൾ അവളുടെ കഴുത്തിലേക്ക് എടുത്ത് വെച്ചിട്ട്, ഞാനിപ്പോൾ എൻ്റെ കഴുത്തിനൊന്ന് ചെറുതായിട്ട് മുറിവ് പറ്റിച്ചാൽ മതി, ഇവിടെ നിന്ന് നിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, നീ പറയുന്നത് ഒരൊറ്റ കുഞ്ഞുങ്ങൾ വിശ്വസിക്കത്തില്ല, പക്ഷേ ഞാൻ പറയുന്നത് ലോകം മുഴുവനും വിശ്വസിക്കുമെന്നും ഇപ്പോൾ നീ ഒരു കൊലയാളിയാണെന്നും കൊലക്കുറ്റത്തിന് ജയിലിലൊക്കെ പോയ ആളാണെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പരന്നു കഴിഞ്ഞു, ഇനി നിനക്ക് അതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇവിടെ ഈ മിനി മാർട്ടിൽ നമ്മുടെ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യനെയാണ് കാണിക്കുന്നത്. അവനും ഈ ന്യൂസ് കണ്ടിട്ട് ആകെ എന്താണെന്നാണ് അറിയാണ്ട് വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനും ആ കാര്യം അറിഞ്ഞിരുന്നു കേട്ടോ. അവളിത് സത്യാവലി എന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഇരുന്നത്. എന്തായാലും ഹീറോയിനും ഇത് കണ്ടു എന്നുള്ളത് അവൻ അറിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറേ സമയം ആലോചിച്ചിട്ടായിരുന്നു അവൻ്റെ കോൾ അവൾ അറ്റൻഡ് ചെയ്തിരുന്നത്. എടുത്തപാടെ എന്താ നീ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു കാര്യം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ന്യൂസ് നീയും അറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫേം ആണ്, അത് നീ അറിഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ ജസ്റ്റ് മൂള മാത്രം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട്
വേറെ ആരും അതിന് സത്യം മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് നിന്നോടെങ്കിലും പറയണമെന്ന് നമ്മുടെ ഹീറോ പറഞ്ഞിട്ട് ഇക്കാര്യം ഞാൻ നിന്നോട് പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു ഹീറോയിൻ, ഞാൻ നിന്നോട് പലതവണ ചോദിച്ചിട്ടുണ്ട് നിന്നിൽ നിന്ന് ഒന്നും മറക്കരുതെന്നും നിൻ്റെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും എന്നോട് ഓപ്പണായിട്ട് പറയണമെന്നും. പക്ഷേ ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല. ഇത്രയും വലിയൊരു രഹസ്യം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ പിന്നെ നീ ഇനി പറയാൻ പോകുന്ന ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് തിരിച്ച് പറയാനായിട്ട് വാക്കുകളില്ലായിരുന്നു. അന്നേരം ഹീറോയിൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഹീറോയും കരയുന്നുണ്ടായിരുന്നു. ഇവളങ്ങോട്ട് എന്തേ നീ ഇനി പറയുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും കോള് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ഇത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. ചെറുത് മുതലേ അവൾ ഒറ്റപ്പെടൽ അനുഭവിച്ച് വളർന്നൊരു കുട്ടിയായിരുന്നു. അവളുടെ അമ്മ ഉപേക്ഷിച്ചു. പിന്നെ മുത്തശ്ശിയുടെയും കൂടെയായിരുന്നു ജീവിച്ചിരുന്നത്. അവളൊന്ന് സന്തോഷിച്ച് വന്നിരുന്നത് നമ്മുടെ ഹീറോ അവളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമായിരുന്നു. പക്ഷേ അവനും ഇപ്പോൾ അവളെ ചീറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ അവൾക്ക് ചെറിയൊരു സംശയത്തിലിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്യണം. കാരണം ഞാൻ അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നു വന്ന കുട്ടിയാണ്. ആ ചെറു പ്രായത്തിൽ ഞാൻ അനുഭവിച്ചതിൻ്റെ അത്രയൊന്നും വേദന ഇനി ഞാൻ അനുഭവിക്കേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ സ്ട്രോങ് ഗേളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ നേരെ കിൻഡർ ഗാർഡനിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയിരുന്നിട്ടും അവളുടെ ചിന്ത മൊത്തവും നമ്മുടെ ഹീറോയിൽ തന്നെയായിരുന്നു കേട്ടോ. അവൻ ഇനി ശരിയായിരിക്കുമോ അതോ എനിക്ക് തോന്നുന്നതായിരിക്കുമോ? അവനോട് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ കാണത്തുള്ളൂ. ദൈവമേ, എന്തെങ്കിലും ഒരു വഴി എനിക്കിതിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓർത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അവിടേക്ക് നമ്മുടെ റെൻ്റ് ഹൗസ് താമസിക്കുന്ന പയ്യൻ വന്നിരുന്നത്. എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു. ആ സമയത്തായിരുന്നു നീ ഒന്നും കഴിച്ചില്ല എന്നുള്ളത് മുത്തശ്ശി എന്നോട് പറഞ്ഞത്. അങ്ങനെ നിനക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കൊണ്ട് വന്നാന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഫുഡ് എടുത്ത് കൊടുക്കുന്ന സമയത്തായിരുന്നു അവൻ വേറൊരു കാര്യം പറഞ്ഞിരുന്നത്. എനിക്കറിയാം നിൻ്റെ മനസ്സൊട്ടും ഓക്കെ അല്ല. നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നിരുന്നെങ്കിൽ എപ്പോഴേ എനിക്ക് ഭ്രാന്ത് പിടിക്കുമായിരുന്നു. എന്നിട്ടും നീ ഇത്ര സ്ട്രോങ് ഗേളായിട്ട് ഇരിക്കുന്നില്ലേ? അത് കാരണം ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. അന്നേരം അവൾ പക്ഷേ ഞാൻ നിന്നോട് അങ്ങോട്ടൊരു കാര്യം പറയട്ടെ. ഞാൻ വിചാരിച്ചത് അവനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഇങ്ങനൊരു ന്യൂസ് വന്നതിന് ശേഷമാണ് അവനെ പറ്റിയിട്ട് എനിക്ക് ഒന്നും അറിയത്തില്ല എന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു അവനൊരു കാര്യം പറഞ്ഞിരുന്നത്. ആദ്യം നീ അവനോട് പോയെന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുക. അതിൽ തീരാവുന്ന പ്രശ്നമേ നിങ്ങൾ തമ്മിൽ കാണത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടു എന്ന് വെച്ചിട്ട് അത് വെച്ച് നീ അവനെ വിലയിരുത്താതെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രണയത്തിൽ എന്ത് സത്യസന്ധതയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളോട് ആ ഫുഡ് എടുത്ത് കഴിക്കാനും പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ തീറ്റിയില്ല കുടിയില്ലാതെ ഫുൾ ഡെസ്പായിട്ട് എന്തോ വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവിടെ അവൻ പ്രതീക്ഷിക്കാതെ നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ടായിരുന്നു. വന്നപാടെ അവനെ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് ഞെട്ടിയുണർന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. നീ ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ? എനിക്കറിയാമായിരുന്നു നീ ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. അത് കാരണം നിനക്ക് ഫുഡും കൊണ്ട് വന്നാന്ന് പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞ പാടെ അവൻ ഓടി വന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹഗ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് അവൻ കരയുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അവളിങ്ങനെ വരുമെന്നുള്ളത് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന കാര്യമല്ല. അങ്ങനെ അതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഡ്രാമയിൽ ഒരു 4 എപ്പിസോഡ് കൂടെ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റ. മാത്രമല്ല ഇനി എല്ലാ ദിവസവും ഓരോ എപ്പിസോഡ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റ.